VPP മുസ്തഫ, അതായത് നിങ്ങളുടെ കെടുകാര്യസ്ഥ എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോഴും അത് BJP ആവർത്തിക്കുന്നു, കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നു. കോടതി മുറിയിൽ ഇന്ന് പ്രതിഫലിച്ചത് വാക്കുകളും നിങ്ങൾ പറഞ്ഞിരുന്നതാണ് ശരിയെന്ന് ബോധ്യമാകുന്നതല്ലേ എന്ന ചോദ്യത്തോട് കോൺഗ്രസ് പോലും യോജിക്കുന്നു. പക്ഷേ BJP അപ്പോഴും അവരുടെ പിടിച്ച മുയലിൻ്റെ 3 കൊമ്പുമായി നിൽക്കുകയാണ്. എന്താണ് രാഷ്ട്രീയമായി ഇന്നത്തെ കോടതിക്ക് ശേഷം, ഇന്നത്തെ കോടതി മുറിയിലെ കോടതിയുടെ പരാമർശത്തിന് ശേഷം ഈ വിഷയങ്ങളെ മനസ്സിലാക്കേണ്ടത്? VPP ഇത് പകൽ പോലെ വ്യക്തമാകുന്നൊരു കാര്യമല്ലേ? ശ്രീ സോമൻ ഉപയോഗിച്ച 2 വാക്കുകൾ, ഒന്ന് ശ്രീ രാജീവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നേരത്തെ കാണിച്ച വീഡിയോ ക്ലിപ്പിനെ കുറിച്ചിട്ട് സോമൻ പറഞ്ഞത് ഇത് മാനസിക ഭാവത്തിൻ്റെ പ്രശ്നമാണ്, മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്, വൈകൃത മനോഭാവമാണ് എന്നാണ്. ശ്രീ സോമൻ, താങ്കൾ ഉപയോഗിച്ച ആ 2 വാക്കുകളും വളരെ അർത്ഥവത്താണ്. പക്ഷേ ശ്രീ P. രാജീവിന് നേരെയല്ലാതെ പ്രയോഗിക്കേണ്ടത് എന്ന് മാത്രം. അത് ശ്രീ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിനെതിരെയാണ് പ്രയോഗിക്കേണ്ടത്. തങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു രാഷ്ട്രീയ കക്ഷി ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ ആ രാഷ്ട്രീയ കക്ഷിയെയും അതിൻ്റെ ഭരണ സംവിധാനത്തെയും ഞങ്ങൾ അംഗീകരിക്കില്ല. ഏത് ജനങ്ങൾ തിരഞ്ഞെടുത്തതായാലും ശരി, ഞങ്ങൾ കേന്ദ്ര ഭരണത്തിൻ്റെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ആ സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കും. ഈ മനോഭാവം ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനാണുള്ളത്, നരേന്ദ്രമോദിയുടെ സർക്കാരിനാണുള്ളത്. BJPയോ BJPയോടൊപ്പം നിൽക്കുകയോ ചെയ്യുന്ന ആളുകളല്ലെങ്കിൽ അവരെ ഒന്നും ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് അംഗീകരിച്ച് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ഭരണഘടനാപരമായിട്ട് BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഔദാര്യമൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു ഭരണഘടന, അതിൻ്റെ കീഴ്വഴക്കങ്ങൾ, അതിൻ്റെ ചട്ടങ്ങൾ, അതിൻ്റെ നിയമസമാധാന സംവിധാനങ്ങൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ലഭിക്കേണ്ടതാണ്. അത് അനുവദിക്കുന്നില്ല എന്നുള്ള മനോഭാവമല്ലേ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഈ മിലിറ്ററിയുടെ സേവനത്തിന്, നമ്മുടെ പ്രതിരോധ സേനകളുടെ സേവനത്തിന് കൂലി വാങ്ങിക്കാൻ ഇറങ്ങിയിരിക്കുക. നിങ്ങൾ ഏത് സംവിധാനത്തിലേക്കാണ് നമ്മുടെ നാടിനെ കൊണ്ടുപോകുന്നത്? നമ്മുടെ പ്രതിരോധ സേന എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു അത്യാഹിതമുണ്ടായാൽ അവിടെ കൂലിക്ക് പോയി പണിയെടുക്കേണ്ടവരാണോ? ഇപ്പോൾ വേറെ യുദ്ധമൊന്നുമില്ലല്ലോ. ചൈനയായിട്ടോ പാകിസ്ഥാനായിട്ടോ അതിർത്തി രാജ്യങ്ങളായിട്ടോ ഇപ്പോൾ വേറെ മുറ്റി നിൽക്കുന്ന യുദ്ധമൊന്നുമില്ലല്ലോ. അവിടെ പ്രതിരോധ സേനയുടെ നമ്മുടെ ബോർഡറിലുള്ള സെക്യൂരിറ്റി ഫോഴ്സുകൾ അതിൻ്റെ കാവൽ നിർവഹിക്കുന്നു. ബാക്കി പ്രതിരോധ സേനാംഗങ്ങൾ മുഴുവൻ ഇരിക്കുകയല്ലേ. അപ്പോഴല്ലേ രാജ്യത്തിനകത്ത് ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു അത്യാഹിതം സംഭവിക്കുന്നത്? ഒന്നുകിൽ വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഏതെങ്കിലും. അവിടെയുള്ള ജനങ്ങളെ സഹായിക്കാൻ വന്നാൽ അതിന് കൂലി കൊടുത്തുകൊള്ളണം എന്ന് പറയുന്നത് എന്ത് ജനാധിപത്യ മര്യാദയാണ്? പഴയ കീഴ്വഴക്കം അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് തന്നെ തുടരാനാണോ BJPയുടെ ഭരണം ഇരിക്കുന്നത്? കോൺഗ്രസ്സുകാരുടെ കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു. അതുകൊണ്ട് ഞങ്ങളിത്, നിങ്ങളിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അതാണല്ലോ. ഇവിടെ മറ്റേ കോൺഗ്രസിന്റെ കുടുംബ ഭരണമായിരുന്നു, അവർ ഭരണഘടനയെ മാനിച്ചിട്ടില്ല, അവർ അത് ചെയ്തിട്ടില്ല ഇത് ചെയ്തിട്ടില്ല എന്നൊക്കെയാണല്ലോ 2 ദിവസമായിട്ട് അമിത്ഷായും മോഡിയും പാർലമെന്റിൽ പ്രസംഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാരുടെ കാലത്തുണ്ടായിരുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഈ കീഴ്വഴക്കം നിങ്ങൾ എന്തിനാ തുടരുന്നത്? അതെന്താ നിങ്ങൾ മാറ്റാത്തത്? നിങ്ങൾ എന്തെല്ലാം മാറ്റാൻ വേഗം നിയമനിർമ്മാണം നടത്തുകയാണ്. നിങ്ങളുടെ ഈ 10 വർഷത്തെ ഭരണകാലത്ത് ഏതാണ്ട് 22 ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവന്നില്ലേ? പുതിയൊരു ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടിയുള്ള ബില്ല് നിങ്ങൾ രാജ്യസഭയിൽ ഇന്നലെ അവതരിപ്പിക്കുകയും ചെയ്തില്ലേ? അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും മഹത്തരമായ ഒരു സേനയെ, അവിടുത്തെ കരസേനയെയും വ്യോമസേനയെയും അതുപോലെ എയർഫോഴ്സിനെയും എല്ലാം എവിടെയെങ്കിലും പോയി ഈ രാജ്യത്തെ സാധാരണ ജനങ്ങൾ അത്യാഹിതത്തിൽപ്പെട്ടാൽ അവരെ സഹായിച്ചാൽ അതിന് കൂലി കൊടുക്കുന്നവരാക്കി മാറ്റി തീർക്കുന്നത്, ഒരുതരം കൊട്ടേഷൻ പണിക്കാരുടെ ഏർപ്പാടാക്കി മാറ്റുന്നത് ആ സേനാംഗങ്ങളെ അപമാനിക്കലല്ലേ? ഈ കേന്ദ്ര സർക്കാരിന് ഒരു ഉത്തരവാദിത്വമില്ലേ? ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സ്റ്റേറ്റ്, കേരളമല്ല ഏത് സ്റ്റേറ്റും ആവട്ടെ, അവിടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇതുപോലെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ ആ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട ഇന്ത്യയിലെ പൗരന്മാരെ സഹായിക്കാൻ പോയാൽ ഇന്ത്യൻ സൈന്യത്തിന് ആ പ്രദേശം ഏത് സംസ്ഥാനത്താണോ ആ സംസ്ഥാനം പ്രതിഫലം കൊടുത്തുകൊള്ളണം, കൂലി കൊടുത്തുകൊള്ളണം എന്ന് പറയുന്നത് എന്ത് മര്യാദയാണ്? എന്ത് ജനാധിപത്യ ഏർപ്പാടാണ്? നിങ്ങളിപ്പോ പറയുന്നത് ഇത് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? എന്ത് ബുക്ക് അഡ്ജസ്റ്റ്മെന്റാ? കേരളത്തിന് ഞാൻ ചോദിക്കുന്നത്, കേന്ദ്ര സർക്കാർ
അവരുടെ ഒരു ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത് ഈ രാജ്യത്തെ ഒരു കൂട്ടം പൗരന്മാർ അത്യാഹിതം നേരിട്ടപ്പോൾ ഇന്ത്യയുടെ സേനയെ അയച്ചു സഹായിച്ചാൽ അതിന് പ്രതിഫലമായിട്ട് ഇങ്ങനെ 132 കോടി രൂപ അടക്കണമെന്ന് ആവശ്യപ്പെട്ടില്ലെങ്കിൽ മിസ്റ്റർ സോമൻ, ഈ 132 കോടി കേരളത്തിന് കിട്ടേണ്ടതല്ലേ? നിങ്ങൾ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് വായുവിൽ ഇങ്ങനെ ഇല്ലാതാകുന്ന പണമല്ലല്ലോ. ഈ ബില്ലും ഇങ്ങനെ പ്രതിഫലം വാങ്ങുന്ന ഏർപ്പാടുമില്ലെങ്കിൽ ഈ 132 കോടി രൂപ കേരളത്തിന് ലഭിക്കേണ്ടതാണ്. അത് നഷ്ടപ്പെട്ടില്ലേ കേരളത്തിന്? ആ 132 കോടി രൂപ ലഭിച്ചിരുന്നെങ്കിൽ ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ എന്തുമാത്രം സഹായിക്കാനാകും? അപ്പൊ നിങ്ങളിത് പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ആണ്, ക്രമീകരിക്കലാണ് എന്ന് പറയുന്നത് ഒരുതരം തട്ടിപ്പല്ലേ? ശരിയാണ്, നിങ്ങൾ കേരളത്തിന് നൽകേണ്ട പൈസ നിങ്ങൾ നൽകാതെ ഇതാ ഇങ്ങനെ ഒരു ബില്ല് നിങ്ങളുടെ പേരിൽ പെൻഡിങ്ങിലുണ്ട്, അതിലേക്ക് ഞങ്ങൾ അംഗീകരിക്കുകയാണ് എന്നല്ലേ കേന്ദ്ര സർക്കാർ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒന്ന് നേരത്തെ ഉള്ള കീഴടക്കമെന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ എത്രയോ ചെറിയ സംഗതികൾക്ക് വേണ്ടി പോലും വലിയ നിയമനിർമ്മാണം നടത്താൻ കെട്ടിപ്പുറപ്പെട്ട നിങ്ങൾ ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ മഹത്തായ ഒരു ദൗത്യം നിർവഹിക്കേണ്ടതിന് പകരം അതിന് കൂലി പറഞ്ഞു വാങ്ങിക്കുന്നവരായി മാറുന്ന കീഴ്വഴക്കം നേരത്തെ മാറ്റേണ്ടവരല്ലേ? ഒന്ന്, അത് നിൽക്കുന്നു. രണ്ട്, ഇത് നിങ്ങൾ അങ്ങനെ വാങ്ങിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും കേരളത്തിന്റെ അക്കൗണ്ടിലേക്ക് വരേണ്ട പണമല്ലേ? അല്ലാതെ നിങ്ങൾ സ്വയം ഒരു ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എഴുതിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ അക്കൗണ്ടിൽ നിന്ന് വരവ് വെക്കുന്നതല്ലോ. കേരളത്തിന് ലഭിക്കേണ്ട വിഹിതത്തിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ട് കട്ട് ചെയ്യുകയല്ലേ, കുറക്കുകയല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? എന്തുമാത്രം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള, എന്തുമാത്രം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഏർപ്പാടായിട്ട് മാറുകയാണ്. അവിടെയാണല്ലോ ഇന്നത്തെ ഹൈക്കോടതിയുടെ ചോദ്യം പ്രസക്തമായി തീരുന്നത്. നിങ്ങളിത് അജിംഷാദെ, ഇത് നേരത്തെ ബില്ല് തന്നതാ. ഈ 2017ലെയും 2018ലെയും ഒക്കെ പ്രളയത്തിന്റെ പേരിലുള്ള ബില്ല് 2019 കേരളത്തിന് തന്നതാ. പക്ഷെ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയും കാര്യങ്ങളും കൊണ്ട് നമുക്കിതുവരെ അത് അടക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അടക്കാതിരുന്നപ്പോഴാണ് വീണ്ടും മിൻഡാസായിട്ട് ഇറക്കിയിരിക്കുന്നത്. നിങ്ങളത് പിന്നെ ഇപ്പം അടച്ചുകൊള്ളണം എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ വരുന്നതല്ല. നേരത്തെ കൊടുത്തിട്ടും കേരളം അടച്ചില്ല എന്നുള്ളതിന്റെ പേരിലാണ് ചെയ്യുന്നത്. നമ്മുടെ മുന്നിൽ അനുഭവം കിടക്കുകയല്ലേ. ഈ വ്യോമസേനയുടെ ഈ പിന്നെ സഹായം ഇങ്ങനെ എയർലിഫ്റ്റിംഗ് നടത്തിയതോ മറ്റു കാര്യങ്ങളും മാത്രമല്ലല്ലോ. അരിയുടെ പൈസ നിങ്ങൾ പിടിച്ചെടുത്തില്ലേ? 2018ലെ പ്രളയം ഈ കേരളത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയ ഒന്നായിരുന്നല്ലോ. വയനാട്ടിനെ പോലെ ഒരു പ്രദേശത്തെ മാത്രമല്ല, കേരളത്തിലെ മിക്കവാറും ജില്ലകളെ പ്രതിസന്ധിയിലാക്കിയ പ്രളയം. ആ പ്രളയകാലത്ത് തന്ന സ്പെഷ്യൽ റേഷനരി, ആ റേഷനരിക്ക് വേണ്ടി ഏതാണ്ട് 260 കോടി രൂപ നിങ്ങൾ എഴുതി വാങ്ങിച്ചില്ലേ? അത് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയാണോ ചെയ്തത്? നിങ്ങളത് ക്രമവൽക്കരിക്കുകയാണോ ചെയ്തത്? കേരളത്തിന്റെ പൊതുവിതരണ ശൃംഖലയിലേക്കുള്ള വിഹിതത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളത് പിടിച്ചു വാങ്ങിയിട്ടില്ലേ? ഇതൊക്കെ നമ്മുടെ മുന്നിൽ കിടക്കുന്ന അനുഭവമല്ലേ, ഒന്നല്ലല്ലോ. അങ്ങനെ നിങ്ങൾ കേരളത്തോട് തുടർച്ചയായി കാണിക്കുന്ന ഈ പ്രശ്നങ്ങൾ നിൽക്കുകയല്ലേ. ഇതിലൊക്കെ സംസ്ഥാന സർക്കാരിന്റെ എന്ത് കെടുകാര്യസ്ഥതയാണ് ഉള്ളത്? നിങ്ങൾ ഈ മനുഷ്യത്വ വിരുദ്ധമായ ഏർപ്പാട് കാണിച്ചിട്ട് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ചില ഏർപ്പാടുകൾ തുടർന്നുകൊണ്ട് നിങ്ങളെടുത്തിട്ടുള്ള ഈ സമീപനം അത് തിരുത്തുന്നതിനു പകരം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നിങ്ങളല്ലേ ജനാധിപത്യ വിരുദ്ധമായിട്ടും മനുഷ്യത്വ വിരുദ്ധമായിട്ടും രാഷ്ട്രീയ വിവേചനം വെച്ചും പ്രവർത്തിക്കുന്നത്? നിങ്ങൾ കേന്ദ്രത്തിലേക്ക് വോട്ട് ചെയ്ത് ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വന്നതുപോലല്ലേ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാർ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ വന്നിട്ടുള്ളത്? അതിനെ ജനാധിപത്യപരമായിട്ട് അംഗീകരിക്കണ്ടേ? ഈ കാര്യമായിട്ട് വളരാൻ കഴിയില്ല. അതിൽ വളരെ ഷാർപ്പായ ചില കാര്യങ്ങളുണ്ട്.